പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന ഇന്നത്തെ പ്രഭാത വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 14-ാം വാക്യം. യഹോവ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിന് മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. സാധാരണ നാം ദൈവത്തെ അനുസരിക്കുക, ദൈവവചനം അനുസരിക്കുക എന്നൊക്കെ നമ്മൾ പറയുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഇവിടെ നാം കാണുന്നത് ദൈവം ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചു എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ ഈ യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം വായിക്കുമ്പോൾ 5 അമോര്യ രാജാക്കന്മാർ ചേർന്ന് യെരുശലേം, എബ്രോൻ, യമൂത്ത്, ലാഖീഷ്, എക്ലോൻ എന്നീ 5 അമോര്യ രാജാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് യോശുവയ്ക്കും ഇസ്രായേൽ മക്കൾക്ക് എതിരായിട്ട് യുദ്ധത്തിന് വന്ന സമയത്ത് ദൈവത്തിൻ്റെ പ്രത്യേക കൃപയാൽ, കരുണയാൽ അവർ യുദ്ധം ജയിച്ചു. എന്നാൽ 12 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു. ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബിയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്കുക എന്ന് പറഞ്ഞു. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രൻ നിശ്ചലമായി. ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. ആ ദിവസത്തെ പറ്റിയാണ് പറയുന്നത്. യഹോവ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിന് മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. സൂര്യൻ നിശ്ചലമായ, ചന്ദ്രൻ നിശ്ചലമായ ഒരു ദിവസം വേറെ അതിന് മുമ്പും അതിന് പിമ്പും ഉണ്ടായിട്ടില്ല. അത് കേവലം ഒരു മനുഷ്യൻ്റെ വാക്കിന് മുമ്പിൽ അങ്ങനെ നിന്നെങ്കിൽ അതിന് പിന്നിലെ കഥ, അതിന് പിന്നിലെ അതിനുണ്ടായ സാഹചര്യം നാം മനസ്സിലാക്കണം. ആരായിരുന്നു യോശുവ? മോശ കനാൻ ദേശം ഒറ്റുനോക്കുവാൻ അയച്ച 12 ഒറ്റുകാരിൽ ഒരാളായിരുന്നു യോശുവ. യോശുവയും കാലേബും നമുക്കറിയാം. 10 പേരും അവിടെ അനാക്യ മല്ലന്മാരുണ്ട്, നമുക്കവിടെ പോകാൻ സാധിക്കുകയില്ല, അവർ നമ്മളെ കൊല്ലും, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് ജനത്തിൻ്റെ ഹൃദയത്തെ ഉരുക്കിയപ്പോൾ യോശുവയും കാലേബും മാത്രമാണ് പോസിറ്റീവായിട്ട് സംഗതിയൊക്കെ ശരിയാണ്, പക്ഷെ നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ദൈവം നമ്മെ സഹായിക്കും, നമുക്ക് ആ രാജ്യം കിട്ടും എന്ന് വിശ്വസിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത 2 പേരാണ്. അതാണ് യോശുവയെ പിന്നത്തേതിലെ മോശയ്ക്ക് ശേഷം ഇസ്രായേൽ മക്കളെ നയിക്കുവാൻ, കനാനിലേക്ക് നയിക്കുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഇവിടെ യോശുവയുടെ ഒരു വാക്കിൽ ചന്ദ്രനും സൂര്യനും ഒക്കെ നിശ്ചലമായി തീരുവാൻ ഇടയായിത്തീർന്നു. അവർ യുദ്ധം ജയിക്കുവോളം, ആ ശത്രുവിനെ സംഹരിക്കുവോളം, പ്രതിസന്ധി നീങ്ങുവോളം അവരുടെ വാക്കിൽ അത് നിശ്ചലമായി തീരുവാൻ ഇടയായിത്തീർന്നു. വാക്കാലം ദൈവവചനം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രയാസത്തിലൂടെ, ഭാരത്തിലൂടെ നീ കടന്നു പോകുന്നെങ്കിൽ അതിന്മേൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുവാൻ വാക്കാലം നമുക്ക് വിശ്വാസത്തോടെ കൽപ്പിക്കുവാൻ ഇടയായി തീരുമാറാകട്ടെ. നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം, ദൈവത്തോട് സംസാരിക്കാം, ആ ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മുടെ പ്രതിസന്ധികൾ നീങ്ങിപ്പോവാൻ വേണ്ടി കൽപ്പിക്കാം. അതിനായി ഇത് വാക്കാലം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന നിങ്ങളുടെ ജനത്തെ, നിങ്ങളുടെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് വാക്കാലം ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ, പരിശോധനകളെ തരണം ചെയ്യുവാനുള്ള കൃപയ്ക്കായി, അതിനെ നേരെ ദൈവത്തിലുള്ള വിശ്വാസത്തോടെ കൽപ്പിക്കുവാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുത്തോടെ പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.